മുഖ്യമന്ത്രി ആവാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ വി.ഡി. സതീശൻ മേനോൻ സതീശനായി, പിന്നീട് ഒരു പൂക്കി സതീശനായി, ഇപ്പൊ ഇതാ ബെക്കാരി സതീശനായി. കേരളത്തിന്റെ ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുക്കണ്ടം നിന്നെന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? ഇതെല്ലാം ഒറ്റക്കങ്ങ് കൊണ്ടുപോകാന്നാ ഇപ്പൊ പറയുന്നത്. ഇദ്ദേഹത്തിന് സ്വന്തം PR ടീം, സ്വന്തം സംവിധാനം, എല്ലാം സ്വന്തം സംവിധാനത്തിൽ കൊണ്ടുപോവുക. ഇപ്പൊ കോൺഗ്രസിന്റെ AICCയുടെ പിന്തുണയൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ പോട്ട പുല്ല് എന്ന് പറയുന്നവനായി സതീശൻ മാറി. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടി. എങ്ങനെയാ ഈ സതീശൻ ഈ ധൈര്യം കിട്ടിയത്? ആരാ ഈ ധൈര്യം കൊടുത്തത്? ആ ധൈര്യം കൊടുത്തത് ഒന്നാം നമ്പർ സാക്ഷാൽ മോഡിയാണ്. ഇവരുടെ ധൈര്യത്തിലാണ് ഈ സതീശൻ ഇന്ന് ഈ കേരളം ഭരിക്കുന്നത്. ഒരു സുധീരൻ പറഞ്ഞാലും, ഒരു പ്രതാപൻ പറഞ്ഞാലും, ഒരു KC വേണുഗോപാൽ പറഞ്ഞാലും, ഒരു ലീഗ് പറഞ്ഞാലും, ഒരു ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും ഈ സതീശൻ തീരുമാനിച്ചത് നടപ്പിലാക്കാൻ അദ്ദേഹം ഇടപെടും. ആരാ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആരാണെന്നറിയില്ല, ചങ്ങളിക്കിട്ടിരിക്കുക. ഭ്രാന്താണെന്നാ തോന്നുന്നു. അല്ലെങ്കിൽ പ്രശ്നം മോഡി പിടിക്കും, അദാനി പിടിക്കും, ഈ ബക്കാരി പിടിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. മുസ്ലിം യൂത്ത് ലീഗ് എന്തൊരു സമരമായിരുന്നു. പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണും. ഓ, മദ്യമൊടുക്കുന്ന സർക്കാർ, അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത്. കേരളത്തിലുടനീളം മദ്യനിരോധന സമിതിയുടെ വലിയ പ്രചരണം ഇടതുപക്ഷ സർക്കാരിനെതിരെ. എന്തായിരുന്നു ഇടതുപക്ഷ സർക്കാർ ചെയ്ത തെറ്റോ? ഈ കേരളത്തിൽ നമുക്ക് മദ്യമുണ്ടാക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ വീര്യം കുറഞ്ഞതോ? ഇപ്പൊ എവിടെ ഇവരൊക്കെ? ഒരു അഭിപ്രായം പറഞ്ഞോ? ഒന്നിച്ചു കൊടുക്കുക കേരളത്തെ ആകെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക്, ഈ വലിയ മുതലാളിമാർക്ക്. ഒരു സമരത്തിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ കേരളത്തെ വിൽക്കരുത്, കേരളത്തെ വിൽക്കരുത്. ദുരന്തമറച്ചിലൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ? ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ഈ UDF ഇപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സതീശനെ കൊണ്ട് മര്യാദക്ക് രാജിവെപ്പിക്കണം. 102 ഉണ്ടാവട്ടെ, അദ്ദേഹം പോട്ടെ, ബാക്കി 101 വെച്ച് നിങ്ങൾ ഭരിച്ചോ. ബാലകൃഷ്ണ, ആഹാ, ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റണ്ടേ? ഈ കേരളമാകെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലോ ഇപ്പോ ഇദ്ദേഹം കള്ളനാണ് എന്ന്. അങ്ങനെ ഒരു കള്ളനെ എന്തിനാണ് ഇങ്ങനെ വീണ്ടും ഇവിടെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്നത്? നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഉണ്ടാവും ഈ തെരുവിൽ. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഈ കൈക്കൂലിയും വലിയ കോർപ്പറേറ്റുകളുടെ പിന്തുണയും ഒക്കെയായി മോഡിയുടെയും ഈ അദാനിയുടെയും ബെക്കാരിയുടെയും അരുമയായി ഈ തെരുവിലിറങ്ങുമെന്ന് ആരും തന്നെ കരുതേണ്ടതില്ല. ഒറ്റടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ ഒരു 50 കൂടി അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ല തള്ള. നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? ഒരു നിരപ്പേറ്റേണ്ടികള്, പന്നികള്. ഈ യുവജന പ്രസ്ഥാനം, ഈ തൂവള്ളക്കൊടിയുടെ പ്രസ്ഥാനം, ഈ മദ്യമാഫിയക്ക് മുമ്പിൽ കീഴടങ്ങിയ സതീശനെ തെരുവിൽ തടയുന്ന പ്രവർത്തനവുമായി വരും നാളുകളിൽ മുന്നോട്ടു പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അറിഞ്ഞില്ല. ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാറന്മാരെ, നമസ്കാരം. ഒന്ന് പോടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.